ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആനിലെ 10ാമത്തെ സൂറത്തായ സൂറത്തു യൂനുസ് നാം പൂർണ്ണമായി മനസ്സിലാക്കുകയുണ്ടായി. അടുത്ത സൂറത്ത് അഥവാ 11ാമത്തെ സൂറത്ത് സൂറത്തു ഹൂദാണ്. എപ്രകാരം യൂനുസ് എന്നുള്ളത് ഒരു പ്രവാചകൻ്റെ പേരാണോ, അതുപോലെ തന്നെ ഈ സൂറത്തിനും ഹൂദ് അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ്റെ പേരാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഈ സൂറത്തിൽ 123 ആയത്തുകളാണുള്ളത്. ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. അഥവാ ഇതിലെ അധിക ആയത്തുകളും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പാണ് അവതരിപ്പിക്കപ്പെട്ടത്. എന്താണ് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടത്, മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നതിൻ്റെ ഉദ്ദേശമെന്നുള്ളത് സൂറത്തുൽ ബഖറയുടെ തഫ്സീറിൻ്റെ ആരംഭ ഭാഗത്തിൽ നാം മനസ്സിലാക്കിയതാണ്. ഈ സൂറത്തിൽ അധികമായി പരാമർശിക്കുന്നത് തൗഹീദ്, പ്രവാചകത്വം, മരണാന്തര ജീവിതം, പരലോകത്തിലെ അവസ്ഥകൾ, മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ അവസ്ഥകൾ എന്നിവയൊക്കെയാണ്. കഴിഞ്ഞ സൂറത്തിൽ പരാമർശിച്ച ആ വിഷയങ്ങൾ തന്നെയാണ് ഈ സൂറത്തിലും പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, ഹൂദ് സൂറത്ത് എന്നെ നിരപ്പിച്ചു. അഥവാ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളുടെ കാഠിന്യവും ഭയവും അറിയിച്ചിരുകയാണ്. അത് മുഖേന തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചു പോയി. അഥവാ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലുള്ള വിഷയങ്ങൾ അത്രയും ഗൗരവമുള്ളതാണെന്ന് നമുക്ക് അറിയിച്ചിരുകയാണ്. ഈ സൂറത്തിൻ്റെ 50 മുതൽ 60 വരെയുള്ള ആയത്തുകളിൽ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെയും സംഭവം വിവരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഹൂദ് എന്ന് പേര് വെക്കപ്പെടാനുള്ള കാരണം. ഈ സൂറത്തിൻ്റെ ആരംഭ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയാണ് അറിയിച്ചിരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. അലിഫ് ലാം റാ, ഇത് ഒരു ഉന്നത ഗ്രന്ഥമാകുന്നു. ഇതിൻ്റെ വചനങ്ങൾ ആദ്യം സുരക്ഷിതമാക്കപ്പെടുകയും ശേഷം വിവരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. തന്ത്രജ്ഞനും സർവ രഹസ്യങ്ങളും അറിയുന്നവനുമായ അള്ളാഹുവിൽ നിന്നുമാണ് ഇത് അവതീർണമായത്. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത അറിയിച്ചിരുകയാണ്. ആദ്യമായി അലിഫ് ലാം റാ എന്ന 3 അക്ഷരങ്ങൾ ഉപയോഗിക്കുകയുണ്ടായി. ഇതിൻ്റെ അർത്ഥം, ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെ പല സൂറത്തിൻ്റെ ആരംഭത്തിലും ഉപയോഗിക്കാനുള്ള കാരണം സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ അലിഫ് ലാം മീം വിശദീകരിക്കുമ്പോൾ നാം പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ചില വിശേഷണങ്ങൾ അറിയിച്ചിരുകയാണ്. ആദ്യമായി അല്ലാഹു തആല പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് സുശക്തമായ ഗ്രന്ഥമാണ്. അഥവാ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അത് യാതൊരു ന്യൂനതകളുമില്ലാത്ത, യാതൊരു കുഴപ്പമില്ലാത്ത, യാതൊരു രീതിയിലെ പ്രശ്നങ്ങളും കണ്ടെത്താൻ സാധിക്കാത്ത ശക്തമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം ഇനി ഒരിക്കലും അത് അസ്ഥിരപ്പെട്ടു പോകുന്നതല്ല. തൗറാത്ത്, ഇഞ്ചീൽ പോലെയുള്ള മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങൾ അത് അള്ളാഹുവിൽ നിന്നുമുള്ളതാണെങ്കിലും മറ്റൊരു ഗ്രന്ഥം വരുമ്പോൾ ആ ഗ്രന്ഥം അസ്ഥിരപ്പെട്ടു പോകും. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ മുതലായ അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അള്ളാഹുവിൽ നിന്നും ഉള്ളതാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ ഗ്രന്ഥങ്ങളിലെ നിയമങ്ങളെല്ലാം അസ്ഥിരപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ തൗറാത്തിനെ അംഗീകരിക്കുന്നവർ പോലും പരിശുദ്ധ ഖുർആൻ അവതരിച്ചതിന് ശേഷം ഖുർആനെയാണ് പിൻപറ്റേണ്ടത്. ഖുർആനിലെ നിയമങ്ങളാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. പരിശുദ്ധ ഖുർആൻ അവതരിച്ചതിന് ശേഷം തൗറാത്തിലെ നിയമങ്ങളും ഇഞ്ചീലിലെ നിയമങ്ങളും എല്ലാം അസ്ഥിരപ്പെട്ടു പോവുകയുണ്ടായി. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത എന്താണ്? ആ പരിശുദ്ധ ഖുർആൻ, നമ്മളിലോട്ട് അവതരിപ്പിക്കപ്പെട്ടതായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, അതൊരിക്കലും അസ്ഥിരപ്പെടുന്നതല്ല. ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് പിൻപറ്റേണ്ടത് പരിശുദ്ധ ഖുർആനെ തന്നെയാണ്. മറ്റൊരു ഗ്രന്ഥം ഖുർആനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്നതല്ല. ഇത് അവസാന ഗ്രന്ഥമാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് പിൻപറ്റേണ്ട ഗ്രന്ഥവുമാണ്.
അതുകൊണ്ട് അസ്ഥിരപ്പെടാത്തതായ, ഉറപ്പുള്ളതായ, യാതൊരു സംശയവുമില്ലാത്തതായ, ഒരു ന്യൂനതകളും ഇല്ലാത്തതായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അത് ഖുർആൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മക്ക മുശ്രിക്കീങ്ങൾ എത്ര ശ്രമിച്ചിട്ടും, അവർ അറബി സാഹിത്യം അറിയുന്നവരും അറബി ഭാഷ അറിയുന്നവരുമെല്ലാമായിരുന്നു. എന്നാലും എല്ലാ രീതിയിലും അവർ ശ്രമിച്ചിട്ടും പരിശുദ്ധ ഖുർആനിൽ ന്യൂനത കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു അസത്യമോ ഒരു കള്ളമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് ഖുർആനെ വെല്ലുവിളിച്ചവരെല്ലാം പരിശുദ്ധ ഖുർആന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന അവസ്ഥയാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്, ഇനി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവാൻ പോകുന്നതും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പരിശുദ്ധ ഖുർആൻ ശക്തമായ ഗ്രന്ഥമാണ്, ഒരിക്കലും അസ്ഥിരപ്പെടാത്ത, ന്യൂനതകളില്ലാത്ത ഗ്രന്ഥമാണെന്നുള്ളത് ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. രണ്ടാമതായി പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയായി പറഞ്ഞു, അത് വിശദമാക്കി കൊടുക്കുന്ന ഗ്രന്ഥമാണ്. അത് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന ഗ്രന്ഥമാണ്. എപ്രകാരം പരിശുദ്ധ ഖുർആൻ ശക്തമായ ഗ്രന്ഥമാണോ, അസത്യമില്ലാത്ത ഗ്രന്ഥമാണോ, ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് അസ്ഥിരപ്പെടാതെ പിൻപറ്റാൻ യോഗ്യമായ ഗ്രന്ഥമാണോ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടെന്ന കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാകണം, ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, യഥാർത്ഥ ലക്ഷ്യമെന്താണ്, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി സത്യത്തെയും അസത്യത്തെയും പരിശുദ്ധ ഖുർആൻ മനുഷ്യർ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനെ പിൻപറ്റുകയാണെങ്കിൽ സത്യത്തിൽ മനുഷ്യർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. സത്യത്തിൻ്റെ വിശദീകരണം, വിജയത്തിൻ്റെ വിശദീകരണം പരിശുദ്ധ ഖുർആനിൽ നിന്നും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളെയും വ്യക്തമായി സംശയത്തിന് വകയില്ലാത്ത രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അറിയിച്ചിരുകയും അതിനെ വിശദീകരിച്ച് തരാനായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുകയും ചെയ്തു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എപ്രകാരം ശക്തമായ ഗ്രന്ഥമാണോ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായി വിശദീകരിച്ചു തരുന്ന, മനുഷ്യനെ വിജയത്തിലോട്ടും അവൻ്റെ യഥാർത്ഥ ലക്ഷ്യ പൂർത്തീകരണത്തിലോട്ടും എത്തിക്കുന്ന ഗ്രന്ഥവുമാണെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയാണ്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ പ്രത്യേകതയായി അറിയിച്ചിരിക്കുകയാണ്, അത് അല്ലാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണ്. എല്ലാം അറിയുന്ന, രഹസ്യവും പരസ്യവും അറിയുന്ന, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായി അറിവുള്ള, ഏറ്റവും വലിയ യുക്തിമാനും തന്ത്രജ്ഞനുമായ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ദുനിയാവിൽ തന്നെ ഏതെങ്കിലും രചനകൾ നമ്മൾ വായിക്കുമ്പോൾ അത് എഴുതിയ ആളെ നോക്കിക്കൊണ്ടാണ് ആ രചനയ്ക്ക് നാം വില നിശ്ചയിക്കുക. ആ എഴുതിയ ആളെ നോക്കിക്കൊണ്ടാണ് അത് എത്രത്തോളം ആധികാരികമാണെന്ന കാര്യം നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, ഈ ഗ്രന്ഥം മനുഷ്യനിർമ്മിതമല്ല, ഈ ഗ്രന്ഥം ന്യൂനതകളുള്ള മനുഷ്യരിൽ നിന്നും എഴുതപ്പെട്ട ഗ്രന്ഥമല്ല, ഈ ഗ്രന്ഥം ന്യൂനതകളുള്ള മനുഷ്യർ രചിച്ചതല്ല, നേരെ മറിച്ച് ഈ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൽ നിന്നുമുള്ളതാണ്. ആ അള്ളാഹു എങ്ങനെയുള്ളവനാണ്? എല്ലാ കാര്യത്തെപ്പറ്റിയും വ്യക്തമായി അറിവുള്ളവനാണ്. ഏറ്റവും അറിവുള്ളവർ രചിച്ച ഗ്രന്ഥം ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമായിരിക്കും. അള്ളാഹുവിൻ്റെ അറിവും മനുഷ്യരുടെ അറിവും തികച്ചും വ്യത്യസ്തമാണ്. മനുഷ്യരൊരിക്കലും പൂർണ്ണമായ അറിവുള്ളവരല്ല. മനുഷ്യർ എത്ര വലിയ അറിവുള്ളവനായാലും നാളെ അതിനേക്കാൾ അറിവുള്ള മറ്റൊരുവൻ ഉണ്ടാകും. ഖിയാമത്ത് നാൾ വരെ മനുഷ്യർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും മനുഷ്യൻ്റെ അറിവിന് ഒരു അന്ത്യമില്ല. എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ മനുഷ്യർ പഠിച്ചുകൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാൾ വരെ ഈ പഠനം തുടർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും മനുഷ്യൻ്റെ അറിവ് അവസാനിക്കുന്നതോ പൂർണ്ണമാവുന്നതോ അല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ അറിവ് പൂർണ്ണമാണ്. അള്ളാഹുവിന് അറിയാത്തതായിട്ടൊന്നുമില്ല. എല്ലാ ഓരോ കാര്യങ്ങളെപ്പറ്റിയും പൂർണ്ണമായ അറിവ് അള്ളാഹുവിനുണ്ട്. അള്ളാഹു ഖബീറാണ്. എല്ലാ കാര്യത്തെയും വ്യക്തമായി സൂക്ഷ്മമായി അറിയുന്നവനാണ്. എല്ലാ കാര്യത്തിൻ്റെയും രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അറിവുള്ള, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ന്യൂനതയില്ലാതെ കുറവില്ലാതെ അറിവുള്ളവനായ, എല്ലാ കാര്യത്തെപ്പറ്റിയും പൂർണ്ണമായി അറിവുള്ളവനായ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അതുകൊണ്ട് ന്യൂനതയുള്ള അറിവുള്ള മനുഷ്യൻ ഈ ഖുർആനെ ചോദ്യം ചെയ്യാൻ പോലും യോഗ്യനല്ല എന്ന് അള്ളാഹു തആല അറിയിക്കുകയാണ്. കാരണം അള്ളാഹു ഏറ്റവും വലിയ അറിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ അറിവ് പരിപൂർണമാണ്. മനുഷ്യൻ്റെ അറിവ് ഒരിക്കലും പരിപൂർണം ആവുന്നതുമല്ല. അതുകൊണ്ട് തന്നെ ചെറിയ അറിവ് മാത്രമുള്ള മനുഷ്യർ പരിശുദ്ധ ഖുർആനെ
ചോദ്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണെന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ആധികാരികത എന്നുള്ളത് എല്ലാ കാര്യങ്ങളെ പറ്റിയും പരിപൂർണമായ അറിവുള്ള അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ അത്രയും സൂക്ഷ്മമായതും അത്രയും അടിസ്ഥാനം ഉള്ളതുമാണെന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ പിൻപറ്റാൻ യോഗ്യമായ ഗ്രന്ഥമാണ്, അത് അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണ്, മനുഷ്യ നിർമ്മിതമായ ഗ്രന്ഥമല്ല. അതുകൊണ്ട് തന്നെ ഒരു ന്യൂനതകളുമില്ലാത്ത ഗ്രന്ഥമാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.